ഇപ്പോൾ കാങ്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഇപ്പോൾ പറയുന്നത് പോലെ SIR-മായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അനീഷ് ആത്മഹത്യ എന്നുള്ള ഒരു വഴി തെരഞ്ഞെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും അറിയാമോ ഈ വിഷയത്തെക്കുറിച്ച്? പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. അനീഷിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ കൂടിയാണ്. അനീഷിനെ നേരത്തെ അറിയാം. അനീഷ് ഈ BLO ആയിട്ട് ജോലി നോക്കുന്നതിന് മുമ്പേ തന്നെ അനീഷിനെയും അനീഷിന്റെ കുടുംബത്തിൽ ജോർജ് മാഷായാലും അനീഷിന്റെ അമ്മയായാലും ഭാര്യയായിട്ടെല്ലാം ഈ കുടുംബവുമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടെന്ന് വെച്ചാൽ കാരണം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അനീഷ്. കാരണം അനീഷിന് പറ്റുന്നതല്ല ഈ പണി എന്നാണ് അനീഷ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നോട് അങ്ങനെ അനീഷ് വ്യക്തിപരമായി സംസാരിച്ചിട്ടില്ലെങ്കിലും ഒരിക്കൽ നേരത്തെ കാണുമ്പോൾ ഞാൻ BLO ആണ് എന്ന് പറഞ്ഞാലോ ശരി നമ്മൾ എല്ലാവിധ സഹായം ചെയ്യാം അനീഷ് എന്ന് പറഞ്ഞു പോയതല്ല. ഒരു 2 ആഴ്ച മുമ്പേ പറഞ്ഞു പോയതല്ലാതെ ഉണ്ട് മറ്റു അനീഷ് പരാതികൾ നമ്മൾ മുമ്പിൽ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അനീഷ് നിരന്തരം ഈ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി എന്നെ കൊണ്ട് ഒഴിവാക്കണം, എന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനും അമ്മക്കും അതുപോലെ തന്നെ ഭാര്യയും 2 പറക്കം വെച്ചാത്ത 2 മക്കളുമാണുള്ളത്. അവരുടെ കുടുംബം അനാഥമാക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം നമ്മുടെ നാട്ടിനകത്ത് നിൽക്കുന്നത്. ഇതാണ് വസ്തുത. ശ്രീ സുനിൽകുമാർ, ഇത്തരത്തിൽ നിരവധി ഇതിപ്പോൾ അനീഷിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. മറ്റാരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താങ്കളുമായി പങ്കുവെക്കുകയോ പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ 17 നമ്പർ ബൂത്ത്, ഇത് 18 നമ്പർ ബൂത്താണ്. 17 നമ്പർ ബൂത്തിനകത്തെ ഒരു അംഗൻവാടി ടീച്ചറാണ്. അവർ പറയുന്ന ഒരു വിഷയം ഇതേപോലെ തന്നെ. കാരണം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കണക്ക് നടക്കുന്നത്. 2002 വോട്ടർ പട്ടിക എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡലം, അന്ന് പയ്യന്നൂർ മണ്ഡലമല്ല, അന്ന് തൃക്കരിപ്പൂർ മണ്ഡലമാണ്. പിന്നീട് മണ്ഡലം തന്നെ മാറി. ഈ പഴയ ഒരു കാര്യം എടുത്തിട്ട് ജനങ്ങളുടെ മേലെ ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്വം കൊടുത്ത് അവരാകെ ആശങ്കയിലാക്കുന്ന തരത്തിലേക്ക് നാട്ടിലെ മുഴുവൻ ഭീതി പരത്തുന്ന തരത്തിലേക്ക് പറഞ്ഞു. ചില സമുദായം, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാം കുടിയേറ്റക്കാരാണ്, അവരെല്ലാം നാട്ടിൽ നിന്ന് പോകേണ്ടവരാണ് എന്ന് വരുത്തി തീർക്കുന്ന കാര്യത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നമ്മുടെ നാട്ടിലേക്ക് ഒറ്റക്കും തെറ്റക്കും ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജനങ്ങളാകെ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രയാസം ജനങ്ങൾ അനുഭവിക്കുന്നു. അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്കാണോ എന്നുള്ള തോന്നൽ ഇപ്പൊ അനീഷിനുണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് അനീഷോട് ഞങ്ങൾ അന്നും ഇന്നും ആത്മവിശ്വാസം അനീഷിന് കൊടുത്തിട്ടുണ്ട്. അനീഷ് നീ ഒന്നും പഠിക്കണ്ട, ഇതിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. നമുക്ക് ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചൊരു കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവിക ഉദ്യോഗസ്ഥ നിലയിൽ കാര്യങ്ങൾക്ക് മറുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ അനീഷിന്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം ഇവിടെ വള്ളത്തോട് സ്മാരക വായനശാലയും ക്ലബ്ബും ഉണ്ട്. അവിടെ നമ്മളൊരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്. ആ ക്യാമ്പിലാണ് അനീഷ് ഉൾപ്പെടെ ഞാൻ വരാൻ രാവിലെ എന്ന് പറഞ്ഞ ആ ക്യാമ്പിനകത്ത് ആളുകൾ വന്ന് ഈ കൊടുത്തിട്ടുള്ള ഫോറം പൂരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു നമ്മളുണ്ടായത്. ആ സമയത്താണ് ഈ മരണവാർത്ത നമ്മുടെ മുമ്പിലെത്തുന്നത്. ഞങ്ങൾ ഓടിയെത്തുമ്പോൾ തന്നെ അച്ഛൻ ജോർജ് മാഷായാലും അമ്മ മേരിയച്ചായാലും ഇവർ പറയുന്ന ഒരു കാര്യം, എന്റെ മകന ശരിക്കും പറഞ്ഞാൽ എന്തിന് വേണം, ഇന്നലെ രാത്രി 1 മണിക്കാണ് ആ ചെറുപ്പക്കാരൻ കിടന്നുറങ്ങിയത്. ഭാര്യ പറഞ്ഞു ഞങ്ങൾ പണി വേണേ രാജിവെച്ച് വന്നോ, അല്ലെങ്കിൽ നമ്മൾ പേരിൽ കേസെടുക്കുന്നിടത്തല്ല, നമ്മൾക്കത് ഒഴിവാക്കാം എന്ന് പറയുന്ന നിലപാട് ഈ പറയുന്ന അനീഷ് ഭാര്യയോടും അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും പങ്കുവെച്ചിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ വസ്തുത. വളരെ വളരെ ഭയാനകമായിട്ട് ഭീകരമായ രീതിയിൽ ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, ഒരുപക്ഷെ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന BLO-യിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്ക് ഈ അനുഭവമുണ്ട്. കാരണം ഇതൊരു ഇപ്പൊ ഒരു ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. സോ അവർ ജനങ്ങൾ പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കാം. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആണോ മറ്റേതാണോ അതാണോ ആകെ ആവലാദ്യം വേവലാദ്യം പെടുന്ന ഒരു അവസ്ഥയല്ലേ നാട്ടിനകത്തുള്ളത്. ഇത് താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലും കേരളത്തിലെ ഗവൺമെന്റ് അവസാനം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ. എന്നിട്ടും പറ്റൂല എന്നുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത്. കാരണം ഇതൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് അവന്റെ ജീവൻ പോലും വഴിയേൽപ്പിച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാട് ഏത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചാലും അത് തെറ്റായ കാര്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ. അനീഷിന്റെ അച്ഛനും അമ്മക്ക് ഞാൻ മോനെ കൊടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും.